ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു കാര്യമായിരുന്നു അത്. ഒരു പ്രശസ്തനായ ഡോക്ടറായിരുന്നു ഡോക്ടർ ഇഷാൻ അഹമ്മദ്. ഒരിക്കൽ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം വിമാനത്തിൽ യാത്ര തിരിച്ചു. എന്നാൽ യാത്രാമധ്യേ മോശം കാലാവസ്ഥയും ഇടിമിന്നലും കാരണം വിമാനം അടുത്തുള്ള ഒരു വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നു. എന്നാൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തിടുക്കമുള്ള ഡോക്ടർ അവിടെ നിന്നും ഒരു കാർ വാടകയ്ക്കെടുത്ത് യാത്ര തുടർന്നു. കനത്ത മഴയും കൊടുങ്കാറ്റും കാരണം അദ്ദേഹത്തിന് വഴി തെറ്റി. ഒടുവിൽ അഭയം തേടി ഒരു ചെറിയ വീടിന്റെ വാതിൽക്കൽ മുട്ടി. അവിടെ ഉണ്ടായിരുന്ന വൃദ്ധ അദ്ദേഹത്തെ അകത്ത് കയറ്റി ഭക്ഷണവും കൊടുത്തു. ഈ സമയത്ത് ആ സ്ത്രീ ഒരു കൊച്ചുകുട്ടിയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഡോക്ടർ ശ്രദ്ധിച്ചു. അദ്ദേഹം ആ സ്ത്രീയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് നിങ്ങൾ ഇത്രയേറെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ആ സ്ത്രീ മറുപടി പറഞ്ഞു, ഇതെന്റെ കൊച്ചുമകനാണ്. ഇവനൊരു ഗുരുതരമായ അസുഖമുണ്ട്. ഡോക്ടർ ഇഷാൻ അഹമ്മദ് എന്ന വലിയൊരു ഡോക്ടർക്ക് മാത്രമേ ഇവനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റൂ എന്ന് കേട്ടു. പക്ഷേ അദ്ദേഹം വളരെ ദൂരെയാണ്. ഞങ്ങൾക്ക് അവിടം വരെ പോകാനുള്ള കഴിവില്ല. അതുകൊണ്ട് ആ ഡോക്ടറെ ഇങ്ങോട്ടേക്ക് എത്തിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കായിരുന്നു. ഇത് കേട്ട ഡോക്ടർ ഇഷാൻ അഹമ്മദ് പൊട്ടിക്കരഞ്ഞുപോയി. അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. നിങ്ങളുടെ പ്രാർത്ഥനയാണ് വിമാനത്തിന് തകരാറുണ്ടാക്കിയതും കൊടുങ്കാറ്റുണ്ടാക്കിയതും ഒടുവിൽ ഡോക്ടർ ഇഷാൻ അഹമ്മദിനെ നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ എത്തിച്ചതും. ആ ഉമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നിറക്കണ്ണുകളോടുകൂടി അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ തന്നെയാണ് ആ ഡോക്ടർ. ഞാനാണ് നിങ്ങൾ തിരയുന്ന ആ ഡോക്ടർ ഇഷാൻ അഹമ്മദ്. ചില പ്രാർത്ഥനകൾക്ക് അങ്ങനെയാണ്, വൈകിയാണെങ്കിലും ഉത്തരം ലഭിച്ചിരിക്കും.